താളമേളങ്ങൾക്കൊപ്പം ചുവട് വെച്ച് തൃശ്ശൂരിൻ്റെ ഹൃദയമിടിപ്പ് പോലെ ഇന്ന് 4 ഓണത്തിനാൾ നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം പുലിക്കൂട്ടം ടൗണിലേക്ക് ഇറങ്ങാൻ പോവാണ്. പുലിക്കളി കാണുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് ഈ പുലികളെ ഒരുക്കുന്നത് എന്ന് കാണുന്നതാണ് കൂടുതൽ താല്പര്യം തോന്നുന്നൊരു സംഗതി. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വർഷങ്ങളിലും ഈ ഒരു കാഴ്ച കാണാനായിട്ട് പോകാറുണ്ട്. ഇതൊരു കല തന്നെയാണ്. ഇത്ര മനോഹരമായിട്ടാണ് അവർ ഈ ചിത്രങ്ങൾ ഈ പുലികൾക്ക് മേൽ വരച്ചിടുന്നതെന്ന് കണ്ടു നിൽക്കാൻ വല്ലാത്തൊരു ഭംഗിയുണ്ട്. 60 വർഷങ്ങൾക്ക് മേലെയായിട്ട് പുലിയുടെ മുഖം വരയ്ക്കുന്നവരും മുതൽ ഇന്നത്തെ പുതുതലമുറയിലെ കൊച്ചു പിള്ളേർ വരെ അവിടെ നിന്ന് വരയ്ക്കുന്നുണ്ട്. അതിനു പുറമെ പെൺകുട്ടികളും ഇപ്പോൾ വരയ്ക്കാനായിട്ട് ഉണ്ട്. അതും ഭയങ്കര അത്ഭുതമുള്ളൊരു കാഴ്ചയായിട്ടാണ് തോന്നിയത്. 4 ഓണത്തിനാൾ ഏകദേശം പുലർച്ചെ മുതൽ തന്നെ പുലിമടകളിൽ ഒരുക്കങ്ങളൊക്കെ തുടങ്ങും. സത്യത്തിൽ ഈ പുലിവര കാണാനായിട്ട് പുലിക്കളി പോലെ തന്നെ ആവേശത്തോടെ ആൾക്കാർ ഒഴുകിയെത്താറുണ്ട്. ഓരോ സംഘത്തിലും ഏകദേശം 50 അടുത്ത് പുലികൾ ഉണ്ടാവാറുണ്ട്. ഏത് പുലിക്കളിക്ക് ഇറങ്ങുന്ന പുലിയായാലും ശരി, സ്വന്തം കുട്ടിപ്പുലിയാണെങ്കിൽ അമ്മ അവിടെ വെച്ചും ഭക്ഷണം കൊടുക്കുന്നുള്ളത് എനിക്ക് കാണാൻ പറ്റി. പുലിയുടെ തനത് നിറമായ മഞ്ഞയ്ക്ക് പുറമെ കറുപ്പ്, പിങ്ക്, നീല, പച്ച, ഇനി ഏതൊക്കെ നിറമുണ്ട് അതെല്ലാം ഉണ്ട്. അതിന് പുറമെ വിയ്യൂർ ദേശത്തിൻ്റെ സ്പെഷ്യൽ മെറ്റാലിക് പുലികളുണ്ട് എന്ന് പറഞ്ഞു. അതിനെ കാണാൻ പോകാൻ പറ്റിയില്ല. അതിനിപ്പോൾ ടി വിയിൽ കാണേണ്ടി വരും. സാധാരണഗതിയിൽ കുടവയർ ആൾക്കാർക്കൊരു ഭാരമാണെങ്കിലും പുലിക്കളി കാലത്ത് കുടവയർ ഒരു അലങ്കാരം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ വയറുള്ളവർക്കാണ് ഏറ്റവും ഭംഗിയായിട്ട് പുലിയെ വരച്ചെടുക്കാൻ പറ്റുന്നത്. എന്തായാലും പുലികൾ ഒരുങ്ങിക്കഴിഞ്ഞു. തേക്കിൻകാടിൻ്റെ ചുറ്റും വലം വെച്ച് ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ഒരുപക്ഷെ ഓൾറെഡി പുലികളൊക്കെ ഇറങ്ങി കഴിഞ്ഞു കാണും. അപ്പം അതിൻ്റെ ഒരുക്കങ്ങളുടെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇട്ടത്. ഞാൻ കണ്ട കാഴ്ചകൾ അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ശങ്കരൻകുളങ്ങര ദേശത്തിൻ്റെയും ചക്കാമുക്ക് ദേശത്തിൻ്റെയാണ് ഈ കാണുന്ന കാഴ്ചകൾ. കാനാട്ടുകര ദേശത്തിൻ്റെ കാണാൻ പണ്ട് ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ പുലികൾ ഇറങ്ങുന്നില്ല എന്നാണ് അറിയാൻ പറ്റിയത്. എന്തായാലും പുലിക്കളി കാണാത്തവർക്ക് ഇതൊരു അപൂർവ കാഴ്ചയും പുലിക്കളി സ്ഥിരമായി കാണുന്നവർക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു കാഴ്ചയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് കാണാൻ ടൗണിലേക്ക് ഇറങ്ങുന്നില്ലെങ്കിലും ഇതുപോലെ യൂട്യൂബിലോ അല്ലെങ്കിൽ ടി വിയിലോ ഒക്കെ കണ്ട് സന്തോഷം അടയാറുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് ഇതൊരു വലിയ വികാരം തന്നെയാണ്.